ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒടുവിൽ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് വിധിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്കും അങ്ങ് പങ്കുചേരാം. ഞാൻ നോക്കിയിട്ട് അത് തന്നെയാ ഈ പോക്കിന്റെ അവസാനം. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല അല്ലേ? മാമിയെങ്കിലും പറ. എനിക്ക് പഠിക്കണം, പഠിച്ചേ ഒക്കൂ. എന്തിനാ അവളെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? പഠിക്കാൻ ഇഷ്ടമെങ്കിൽ അവൾ പഠിക്കട്ടെ. എന്നിട്ട് അവളുടെ പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം നടത്താം. ദേ, നീ ഒറ്റ ഒരുത്തിയാ അവൾ ഇത്രയും വഷളാക്കുന്നത്. എന്റെ വാക്ക് കേട്ടും മര്യാദയ്ക്ക് ഇവിടെ നിന്നാൽ നിനക്കും ഇവിടെ നിൽക്കാം, അവൾക്കും ഇവിടെ നിൽക്കാം. ഇല്ലെങ്കിൽ രണ്ടിനെ അടിച്ച് ഞാൻ പുറത്താക്കും. ഞാൻ തീരുമാനിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ കല്യാണം നടക്കും, നടത്തിയിരിക്കും ഞാൻ. ദേ, നിന്റെ ബാപ്പ തളർന്നു കിടക്കുക. നോക്കാൻ ഇവിടെ ആളില്ല. എനിക്ക് തിരിച്ചു പോവും വേണം. പോകുന്നതിന് മുമ്പ് എന്റെ മോന്റെ കല്യാണം എനിക്ക് നടത്തണം. അതെന്റെ ഉത്തരവാദിത്തമാണ്. നൂർജഹാന്റെയും നസീറിന്റെയും കല്യാണം ഞാൻ നടത്താൻ പോവുക. എതിർപ്പൊന്നുമില്ലല്ലോ? എതിർപ്പ് ഇനി ഉണ്ടെങ്കിലും ഞാൻ നടത്തും. പിന്നെ ഞാൻ പോട്ടെ. നിൽക്കാൻ പറയാനുള്ള അവകാശവും അധികാരമൊന്നും ഇപ്പൊ എനിക്കില്ലല്ലോ. ഒരു കളക്ടറായി പറയണ എന്താ? കളക്ടറും പെണ്ണല്ലേ? ഒരു സാധാരണ പെണ്ണിന്റെ മനസ്സും ചിന്തയും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള പെണ്ണ് തന്നെയാ ഞാനും. എന്റെ ശാലിനി, തനിക്കെന്തോ ഒന്നും അറിയാത്ത ഒരു സംസാരിക്കണേ. എടോ, എല്ലാം കലങ്ങി തെളിയുന്ന ഒരു ദിവസം വരും. നോക്ക്, അന്ന് ഞാനും താനും എന്റെ അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ പൊന്നു മക്കളും എല്ലാരും കൂടി ഒരുമിച്ച് താമസിക്കും. അതിപ്പോ ഇനി ഏത് കാലത്തായിരിക്കും? ഓടേ തമ്പുരാൻ എന്നെ അങ്ങോട്ട് മുകളിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് വല്ലതും നടക്കൂ? ഇപ്പോഴാണ് നാട്ടുപുറത്തെ ശാലി ചേച്ചി ചെയ്ത് അല്ല ശാലി ചേച്ചി. അപ്പൊ ഇനി എന്തായാലും ഒരിക്കൽ കൂടി യാത്ര ചോദിക്കണില്ല. പോട്ടെ. ശാലി, അതെ, എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും ഒരു കാര്യം പറയാനുണ്ട്. മക്കളെ കണ്ടല്ലോ, അവരാകെ പേടിച്ചിരിക്കുക. നിങ്ങളിങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നിട്ടും അവിടെ ഇവിടെയായിട്ട് എത്ര വർഷം ഇങ്ങനെ കഴിഞ്ഞു പോവും? നിങ്ങൾക്ക് ഒന്നിച്ചൊരു കുടുംബമായി താമസിക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിലും ആ മക്കൾക്ക് അതുണ്ട്. പപ്പിയുടെ കാര്യം മാറ്റി നിർത്തിയാലും സത്യം അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരുമാണ് അവളുടെ അച്ഛനും അമ്മയെന്ന് അവള് മനസ്സിലാക്കിയിട്ടുള്ളതാ. അവളുടെ കൂട്ടുകാരികളുടെ വീട്ടിലൊക്കെ എങ്ങനെയാ? ഇതുപോലെ അച്ഛനും അമ്മയും രണ്ട് വീട്ടിലാണോ കഴിയുന്നത്? അല്ലല്ലോ. ആ ഒരു ചിന്ത സത്യയിലും ഉണ്ടാവും. അല്ല ശാരദമേ, മോള് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? എന്തിനാ മോനെ പറയുന്നത്? ആ കുഞ്ഞിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അമ്മ എന്താ പറഞ്ഞു വരുന്നേ? നിങ്ങൾ കുട്ടികളെ കൂട്ടി ഒരു ടൂറ് പോവും, എവിടെയെങ്കിലും ഒരു നല്ല യാത്ര. കുട്ടികളുടെ മനസ്സമാധാനത്തിന് വേണ്ടി നിങ്ങൾ മാത്രമുള്ള ഒരു യാത്ര.
അച്ഛനും അമ്മയും മക്കളും മാത്രമായിട്ട്. എന്താ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് പൊക്കൂടെ? ടൂർ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം മാറിക്കേണ്ടി വരില്ലേ ശാരദമ്മേ? ഹാ, നിങ്ങൾ എന്നാ മക്കളെ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി മാറി നിന്നിട്ടുള്ളത്? വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടുവോളം സമയമുണ്ട്. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെക്കാൻ നിങ്ങളുടെ കയ്യിൽ സമയമില്ലെങ്കിലേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇനി എന്നാ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത്? 5-ാം വയസ്സിലും 6-ാം വയസ്സിലും കുട്ടികൾക്ക് കൊടുക്കേണ്ട വാത്സല്യം 18-ാം വയസ്സിലും 20-ാം വയസ്സിലും കൊടുക്കാൻ ചെല്ലുമ്പോഴേ അവർക്ക് താലോലിക്കാനും വാത്സല്യം നൽകാനും വേറെ അവകാശികളുണ്ടാവും. അവിടെ നിങ്ങളുടെ സ്ഥാനം അവരുടെ മുറിക്ക് പുറത്തായി ഒതുങ്ങി പോവേ. അവിടെ പിന്നെ കഴിഞ്ഞുപോയ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് നെടുവേർപ്പിട്ട് നിൽക്കാനേ നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും സാധിക്കും. ഇനി കാര്യങ്ങള് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. പിന്നെ ഒന്ന് ഞാൻ പറയാം, ഇങ്ങനെ പോയാ നിങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റും. ഒടുവിൽ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് വിധിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്കും അങ്ങ് പങ്കുചേരാം. ഞാൻ നോക്കിയിട്ട് അത് തന്നെയാ ഈ പോക്കിന്റെ അവസാനം. വിഷ്ണുട്ടാ, അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ല. അല്ല, ഞാൻ ചിന്തിക്കുന്ന അതല്ല, വീട്ടിലെന്ത് പറയുന്ന? വിഷ്ണുട്ടാ, എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ശരിയാക്ക്. ഒരു യാത്ര പോയാ കുട്ടികൾക്കൊപ്പം നമുക്കൊരു ചേഞ്ച് ആവില്ലേ? അത് ശരിയാ. 1-2 ദിവസം മാറിന്ന് ഒരല്പ സന്തോഷം ഉണ്ടാവണമെന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കിപ്പോ ചിന്ത മുഴുവൻ അച്ഛന്റെ രോഗാവസ്ഥയാ. അച്ഛനെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം. അല്ലെങ്കിൽ അച്ഛൻ്റെ ഈ മറവിയിൽ ഞാൻ മകനാണെന്ന് പോലും അച്ഛൻ തിരിച്ചറിയില്ല. നോക്കട്ടോ, എന്തേലും വഴി വേണം. ഇവരെല്ലാരും കൂടി കല്യാണം നടത്തും. എന്റെ ഉമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സങ്കടം മനസ്സിലാക്കിയത്. ഇതിപ്പോ പാപ്പച്ചി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ ബലമായിട്ട് തന്നെ അവർ എന്റെ കല്യാണം നടത്തും. എന്റെ പടച്ചോനെ, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാനായി എന്തെങ്കിലും ഒരു വഴി കാണിക്കണം.